ഒറ്റക്ക് കിടക്കുന്ന ഖബറിൽ വലിയ സന്തോഷമുള്ള ഒന്നല്ലേ ഇൽമിന്റെ വിതരണം. ഇൽമിനെക്കാളും വലിയ സന്തോഷമുള്ളത് എന്താണ് ഖബറിലുള്ളത്? ഒറ്റക്ക് ഞാനും നിങ്ങളും ഖബറിൽ പോയി കിടക്കേണ്ടവരാണ്. ദുനിയാവിൽ കൂടെ കിടക്കാൻ ആരുണ്ടായാലും, കൂടെ കഴിയാൻ എത്ര പേരുണ്ടായാലും, സന്തോഷം പറയാൻ ആരൊക്കെ വന്നാലും, സഹോദരങ്ങളെ ഇവിടെ എത്ര വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായാലും, നമുക്കെല്ലാവർക്കും കിടക്കേണ്ട അല്ലാഹു തആല ഒരുക്കി പോയി. അവിടെ രക്ഷപ്പെടുത്തുന്ന അമലുകൾ ജീവിതത്തിൽ പതിവാക്കണം. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. ഏതെങ്കിലും ഒരു സ്വാലിഹായ അമല് ഒരു മനുഷ്യനിൽ നിന്ന് മുൻതൂക്കം നിൽക്കുന്നുണ്ടോ, അതിന്റെ കാരണം കൊണ്ട് ഖബറിൽ രക്ഷ ലഭിക്കും. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. പക്ഷേ ഏതെങ്കിലും ഒരു അമല് ചെയ്തിട്ട് സമാധാനിച്ചിരിക്കാൻ എനിക്കും നിങ്ങൾക്കും മാർഗമില്ല. കാരണം നമ്മുടെ അമല് ശരിയായി എന്ന് പറയാൻ നമ്മുടെ ഇടയിൽ ഒരു നബി ഇല്ലല്ലോ. നമ്മുടെ അമൽ അല്ലാഹു സ്വീകരിച്ചു എന്ന് പറയാൻ ഇൽഹാം കിട്ടിയൊരു വലിയില്ലല്ലോ. അതുകൊണ്ട് സ്വാലിഹായ അമലുകൾ ഏതുണ്ടോ അതിന്റെ കൂടെ നമ്മളെല്ലാവരും തപസ്സിരിക്കേണ്ടതുണ്ട്. കണ്ടില്ലേ നിങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ വന്നൊരു ദിവസം പറയുന്നു, സ്വഹാബാ ഇന്നി റഅയ്തുൽ ബാരിഹത അജബാ, ഇന്നലെ ഞാൻ ഒരു അത്ഭുതം കണ്ടു. ഇന്നലെ രാത്രി ഞാൻ വലിയൊരു അത്ഭുതം കണ്ടു. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ അടുത്ത് വന്നു. പെട്ടെന്ന് അയാളെ റൂഹ് പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഉടനെ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാമിന് പ്രതികരണം വരുന്നത് ബിർറുവാലിദൈ, മാതാപിതാക്കൾക്ക് അയാൾ ചെയ്യുന്ന ഗുണം കാരണം റൂഹ് പിടിക്കാതെ വിട്ടുപോയി. കാരണം ആ ബാപ്പക്കും ഉമ്മക്കും ചെയ്യുന്ന ഗുണം പെട്ടെന്ന് മുടക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ്. അയാളെ അമലിൽ നിന്ന് മുന്നോട്ട് നിൽക്കുന്നത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ചെയ്യുന്ന സേവനമാണ്, അവരോട് ചെയ്യുന്ന ഗുണമാണ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ആയുസ് നൽകട്ടെ. സഹോദരങ്ങളെ, ബാപ്പ ഉമ്മയോടുള്ള ഗുണമാണ്. ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാതെ അയാൾക്ക് ഇനിയും കുറച്ച് ആയുസ് കൊടുക്കാൻ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാമിനെ പ്രേരിപ്പിച്ചത് ബാപ്പക്ക് ഉമ്മക്ക് ഗുണം ചെയ്യുന്ന ഒരു മകനാണ്.